TP ജയേന്ദ്രമാഷ് ഇവിടെ ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഡോണ്ട് ജസ്റ്റിഫൈ ഓർ സപ്പോർട്ട് ദ വയലൻസ് ഓഫ് ആന്റി നാഷണൽ. വിവരമുള്ള ഒരു നാട്ടിലുണ്ട്. വേറൊരു പ്രേക്ഷകൻ അവിടെ പറയുന്നുണ്ട്, ദാണ്ട് ഏതോ ഒരു രാജ്യദ്രോഹി ചാനലിൽ നിന്ന് കുറയ്ക്കുന്നു. വേറൊരു പ്രേക്ഷകൻ അവിടെ പറയുന്നുണ്ട്, ദാണ്ട് ഏതോ ഒരു രാജ്യദ്രോഹി ചാനലിൽ നിന്ന് കുറയ്ക്കുന്നു. എന്നെയാണോ അച്യുതനെയാണോ രഞ്ജിനി ഹരിദാസിനാണോ എന്നറിയില്ല. അറിയില്ല. അല്ല, എന്നെ പറ്റി അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. പിന്നെ ശ്രീ TP, ഇത് ഏത് ചാപ്പയാകും അപ്പോ ആദ്യം അടിക്കുക? അത് രാജ്യദ്രോഹി ആയിരിക്കോ, മാവോവാദിയാണോ, അർബൻ നക്സലാണോ? എല്ലാം നിങ്ങളുടെ കയ്യിൽ പോണ്ടല്ലേ, അനുഭവിക്കടാ. പക്ഷെ ഏതു ചാപ്പയാണെങ്കിലും ഇന്ന് കണ്ട മഹാരാഷ്ട്രത്തിന് മുന്നിൽ ആ ചാപ്പകൾ വർക്കൗട്ട് ആവുമോ മാഷേ? പിന്നെ പായമുള്ള ശീലം മാറാത്ത കിടാങ്ങളെ. ഹാഷ്മി, നല്ല ഇൻട്രോ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ അന്ന് കാലത്ത് ഹാഷ്മി പറഞ്ഞ അത്ര വൈകാരികത ഇതിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ത്രിപുരയിലെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് രാവിലെ നമ്മുടെ ചാനലുകൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ കൊടുത്ത ആ ഒരു വികാരം എന്തുകൊണ്ടോ ഇന്നത്തെ ഹാഷ്മിയുടെ സംസാരത്തിൽ എനിക്ക് തോന്നിയില്ല. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ഹാഷ്മി ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സമരം ചെയ്യാനും പോരാടാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പോ നോക്കൂ, അദ്ദേഹം എവിടെ നിന്നോ അമേരിക്കയിൽ നിന്ന് അവതരിച്ച് അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയൊരു കലാപം പ്രതീക്ഷിച്ചു. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുകയെന്ന് വിചാരിക്കരുത്. നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. പക്ഷെ ഡൽഹി പോലീസ് അദ്ദേഹത്തെ വളരെ സുരക്ഷിതമായി ചിറകിനടിയിൽ വെച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ മനുഷ്യനെ സമരത്തിനു വേണ്ടി തുറന്നു വിട്ടു. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. മൂടും പോയി. അനുവാദം ഉണ്ടായിരുന്നില്ല, അനുവദിക്കപ്പെട്ട സ്ഥലത്തായിരുന്നില്ല, ആ സാങ്കേതികത്വം ഒന്നും പറഞ്ഞില്ല. സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുത്തു. എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവർ സമരം ചെയ്യുകയായിരുന്നു. ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ആരും അവരെ തടയാനും പോയിട്ടില്ല. എന്താ കാര്യം? കാരണം കക്കൂസ് കുത്തി പൊളിച്ച് കള്ളനാവുന്നല്ല ഈ ത്രിവിക്രമൻ. ഇവൻ വന്നപ്പോൾ ഇവൻ വിചാരിച്ചത് ഇവനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഇവൻ വിചാരിച്ചത്. പക്ഷെ അറസ്റ്റ് ചെയ്തില്ല. പോലീസ് പറഞ്ഞു പോയിരുന്നോ എന്ന് പറഞ്ഞു. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ജനാധിപത്യമാണല്ലോ. ഇനി ഞാനായിട്ട് പോയിരുന്നോ എന്ന് പറഞ്ഞില്ലാത്തത് കൊണ്ട് ഇനി ഭരണകൂട ഭീകരത മറ്റോ മാറ്റി സ്വനത്തണ്ട. കാരണം തൊട്ടാ ഭരണകൂട ഭീകരതയാണ്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ആ അഭിജിത് ദീപ് എന്ന് പറയുന്ന മരമൊണ്ണയാണെങ്കിൽ പോലീസുകാരെ പിറകിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എത്രയോ നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒറ്റപ്പെട്ട താങ്കൾ പറഞ്ഞ മാതിരി ഇതിനെ ന്യായീകരിക്കുന്ന, ഇതിനെ എതിർക്കുന്ന അതൊക്കെ ഉണ്ടാകും. അതൊരു പുതിയ സംഭവമല്ലല്ലോ. അതൊക്കെ ഈ രാജ്യത്ത് എല്ലാവർക്കും അതിന്റെ സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുത്തിട്ടില്ലേ ഹാഷ്മി? പകരം ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് പോലീസ് അല്ലെങ്കിൽ കർമ്മരംഗത്ത് ആകേണ്ടി വന്നത്? പറയൂ. എനിക്കറിയില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാ. ഞാൻ പ്രൂവ് ചെയ്ത് എന്ത്? ഇന്ന് എന്താ ഉണ്ടായത്? ഇന്ന് പാർലമെന്റ് മാർച്ച്. ഹൈ സെക്യൂരിറ്റി സോൺ ആണ് പാർലമെന്റ്. ഹൈ സെക്യൂരിറ്റി സോൺ ആണ്. പണ്ടേ അങ്ങനെയാണ്. ആ 2000-ലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷയുള്ള സ്ഥലമാണ്. അവിടേക്ക് മാർച്ചിന് അനുവാദമില്ല. അപ്പോൾ ഇവരവിടേക്ക് മാർച്ച് നടത്തി. എന്തൊരു അക്രമം നോക്കി. സെയ്ത്താന്റെ പണിയും കൊണ്ട് നടക്കുന്ന ഈ ബലാൽ ഉണ്ടോന്റെ കൂടെ 50 പോലീസുകാർക്ക് പരിക്കുണ്ട്. 50 പോലീസുകാർക്ക്. അവിടെ നിന്നും ഒരു പാട്ട കല്ലാണ് പോലീസ് പറക്കിയെടുത്തത്. ഒരു പാട്ട കല്ല് പറക്കിയെടുത്തു. ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. ഈ കല്ല് പറക്കിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഈ അഭിജിത് ദീപ് എന്ന് പറയുന്ന ആ മരമൊണ്ണ പറഞ്ഞത് ഇത് പോലീസുകാർ ഞങ്ങളെ എറിയാൻ കൊണ്ടുവന്ന കല്ലാണ്. നീ എങ്ങനെ ഇരിക്കുന്നു? നീ തന്തയില്ലായ്മ കാണിക്കുമെന്ന് ബിലാല് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ട് തന്നെ വന്നത്. ചതിച്ചാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തെളിയിച്ചു തരാം. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. യു കൻ സീ ദ വിഷ്വൽസ്. ഇവരാരും പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരാള് പോലും അവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നാരോട് പറഞ്ഞു? ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എന്നാ പിന്നെ നീ ഇത് പിടിമോനെ.
പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരാൾ പോലും അവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളെ കണ്ട് ബാക്കിയുടെ പറ കേൾക്കട്ടെ. കണ്ടിന്യൂ കണ്ടിന്യൂ. അവരുടെ കയ്യിൽ ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലീഡേഴ്സിന്റെ പിക്ചർ, റോസാപ്പൂ, ഫ്ലാഗ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവരെല്ലാരും പെരുമാറുന്നത്. മറ്റൊരു സമാനമായിട്ട് മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ്. ഇതേതാ പുതിയ അവതാരം? ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? മറ്റൊരു സമാനമായിട്ട് മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ടാണ് തീവ്രവാദികളോട് എന്ന പോലെ ഞങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. കാരണമുണ്ട്. ഫോർ എക്സാമ്പിൾ, संसद भवन उखाड़ दिया जाएगा, संसद भवन उखाड़ दिया जाएगा, और इस्तीफा नहीं मिला तो उखाड़ दिया जाएगा, सब कर दिया जाएगा, नेपाल उखाड़ दिया जाएगा, नेपाल नेपाल नेपाल। सब यहाँ पर की जा रही थी, पत्थर दिखे, पत्थर फेंके जा रहे भाई। पत्थर क्यों फेंक, मत मारो भाई, अपने लोगों लग जाएगा। पत्थर क्यों फेंक? ബുദ്ധിജീവിടാ നീതി കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഭരണകൂടം വിദ്യാഭ്യാസ സംരക്ഷണത്തിനായി സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനായി സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എടാ നടന്നു പറ. പറയില്ല, അവൻ പറയില്ല. ഇങ്ങോട്ടെടുത്ത് എറിഞ്ഞൊരു കല്ലാണ്. വീണ്ടും കല്ല് വരുന്നു, കല്ലുകൾ വരുന്നു, കല്ലുകൾ വരുന്നു, കല്ലുകൾ വരുന്നു, കല്ലുകൾ വരുന്നു, കല്ലുകൾ വരുന്നു. ഈ കല്ലുകളെടുത്ത് എറിയാണ്, കല്ലുകളെടുത്ത് എറിയാണ്. ഇപ്പോഴിവിടെ വന്ന ഒരു കല്ലാണ്, ഇത് ഇപ്പോഴിവിടെ ഇങ്ങോട്ടെടുത്ത് എറിഞ്ഞൊരു കല്ലാണ്. വീണ്ടും കല്ല് വരുന്നു. ഇതാണ് എന്റെ പുകയില്ലാത്ത അടുപ്പ്. ലാത്തി ചാർജും കണ്ണീർ വാദവും തോക്കും കൊണ്ട് മറുപടി പറയുന്ന സമയത്ത് ഈ ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളായിട്ട് മാറുന്നത്. വക്കാലത്തോര് വന്നിരിക്കുക. ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ഡൽഹി പോലീസിനെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. പോലീസിനെതിരെ കല്ലേറുണ്ടായി, അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇല്ലേ, ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി, അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട കേട്ടാ. പോലീസ് തടയാനായിട്ട് വെച്ചിരുന്ന ബാരിക്കേഡുകൾ ഇവർ തള്ളിമറിച്ചിരുന്നു. അതിനുശേഷം വ്യാപകമായിട്ടുള്ള വാൻഡലിസമാണ് അവിടെ നടത്തിയത്. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? നിരവധി വാഹനങ്ങൾ ഇവർ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ദേശീയ മാധ്യമങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. നിരവധി വാഹനങ്ങൾ ഇവർ അടിച്ച് തകർത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? പോലീസിന്റെ വാഹനങ്ങളെല്ലാം തന്നെ തല്ലി തകർത്ത് പോലീസുകാർക്കെതിരെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതിന് ശേഷം അയ്യോ ഞങ്ങൾ വിദ്യാർത്ഥികളാണെ, ഞങ്ങളെ തല്ലാൻ പാടില്ലേ എന്ന രീതിയിലേക്കുള്ള ഇരവാദം ഉയർത്തുന്നത് സംശയമില്ല. ഒരു തരത്തിലുള്ള ആശാസ്യ നടപടിയുമല്ല എന്നതിനെ കുറിച്ച് ഈ പ്രതിഷേധക്കാർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് മാർച്ച് നടത്തുക, നിരവധി വാഹനങ്ങൾ അടിച്ചു തകർക്കുക, പോലീസ് ആക്ഷൻ ഉണ്ടാവും. പോലീസ് ആക്ഷൻ ഉണ്ടാവും. അടിച്ചു നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർത്തു, സ്വകാര്യ വാഹനങ്ങളും മറ്റ് പൊതുവാഹനങ്ങളും ഒക്കെ തന്നെ അവർ അടിച്ചു തകർത്തു. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അതുകൊണ്ട് അവസാനം പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. ചില സമയങ്ങളിലൊക്കെ തന്നെ അവർക്ക് കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ.